UDFിന്റെ ലോക്സഭാ സീറ്റ് നിർണയം ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് പോകുന്നു. ലീഗിന് 2 സീറ്റുകൾ മാത്രമാണ് ഇത്തവണയും ഉള്ളത്. ജോസഫ് ഗ്രൂപ്പിന് കോട്ടയം നൽകാനായി തീരുമാനമുണ്ട്. ഫ്രാൻസിസ് ജോർജ് ആകും സ്ഥാനാർത്ഥിയെന്നും നിഗമനങ്ങളെത്തുകയാണ്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡി ബിനോയ്, ഞങ്ങളുടെ റീജിയണൽ ബ്യൂറോ ചീഫ് ചേരുന്നു. ബിനോയ്, എന്തൊക്കെയാണ് ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യം അടക്കം നിഷേധിക്കുന്നു? എന്തൊക്കെയാണ് UDFിലെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ? ബിനോയ്, ശബ്ദം വ്യക്തമാകുന്നില്ല. എന്തോ റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മുമ്പ് വലിയ വിവാദമായതാണ് 5ാം മന്ത്രിസ്ഥാനം. അതിന് സമാനമായ രീതിയിലായിരുന്നു ലീഗ് 3ാം സീറ്റ് ലോക്സഭയിൽ ആവശ്യപ്പെടുന്നത്. പൊന്നാനിക്കും മലപ്പുറത്തിനുമൊക്കെ പുറമെ അത് വലിയൊരു വിവാദമായി നിലനിൽക്കുന്നു. പിന്നീട് ഈ ജോസഫ് ഗ്രൂപ്പിന് കോട്ടയം സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും തർക്കമുണ്ടായിരുന്നു. സാക്ഷാൽ PT ചാക്കോയുടെ, കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവ് PT ചാക്കോയുടെ മകൻ കൂടിയായ ഫ്രാൻസിസ് ജോർജാണ് അവിടെ സ്ഥാനാർത്ഥിയാവുക എന്നതിൻ്റെ സൂചനകൾ എത്തുന്നു. എന്തൊക്കെയാണ് വിവരങ്ങളായി ചേർക്കാനാകുന്നത്? കഴിഞ്ഞ ദിവസമാണ് UDFിലെ സീറ്റ് ചർച്ച, അതായത് ഉഭയകക്ഷി ചർച്ച ഏകദേശം പൂർത്തിയായത്. ആദ്യഘട്ടത്തിൽ RSPയോടും തൊട്ടു പിന്നാലെ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിനോടുമൊക്കെ ചർച്ച നടത്തിയിരുന്നു. അതുകൂടാതെയാണ് ഇന്നലെ ലീഗിൻ്റെ പ്രധാനികളുമായുള്ള ചർച്ച നടന്നത്. ഏകദേശം സീറ്റ് ചർച്ച ധാരണയിലെത്തിയെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. ലീഗ് 3 സീറ്റുകളുടെ അവകാശവാദമാണ് ഉന്നയിച്ചത്. അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തങ്ങൾക്ക് 3 സീറ്റുകളിൽ മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട് എന്ന് വ്യക്തമായി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറവും പൊന്നാനിയും കൂടാതെ മറ്റൊരു സീറ്റ് കൂടി വേണം എന്ന ആവശ്യമുന്നയിച്ചു. മാത്രവുമല്ല, വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ല എങ്കിൽ പകരം ആ സീറ്റ് ലീഗിന് വിട്ടുകൊടുക്കണമെന്ന ആവശ്യവും കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന യോഗത്തിൽ അവർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായ സാഹചര്യത്തിൽ ലീഗ് 2 സീറ്റുകളിൽ തന്നെ മത്സരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊന്നാനിയും മലപ്പുറത്തും അവർ ഏകദേശം മത്സരത്തിനുള്ള കരുക്കൾ നീക്കി തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ കൊല്ലത്ത് RSPയുടെ NK പ്രേമേന്ദ്രൻ മത്സരിക്കും. മറ്റൊരു സീറ്റ് കോട്ടയം സീറ്റിനെ ചൊല്ലിയായിരുന്നു പല അഭ്യൂഹങ്ങളും പരന്നിരുന്നത്. സീറ്റ് ഒരുപക്ഷെ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും നേരത്തെ കേരള കോൺഗ്രസ് എമ്മിനായിരുന്നു UDF ആ സീറ്റ് നൽകിയിരുന്നത്. എന്നാൽ ആ സീറ്റ് ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വേണമെന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉഭയകക്ഷി ചർച്ചയിൽ തന്നെ ഒരു ധാരണയിലെത്തുന്നു. എന്നാൽ അവിടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോട് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരേ ഒരു ആവശ്യം, ജയിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കണം കോട്ടയത്ത് മത്സരിക്കേണ്ടതെന്ന് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്രാൻസിസ് ജോർജിൻ്റെ പേര് അവർക്ക് വലിയ താല്പര്യമുണ്ട്. കോൺഗ്രസിന് പ്രത്യേകിച്ചും KPCC അധ്യക്ഷനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനുമൊക്കെ നേരത്തെ തന്നെ ഫ്രാൻസിസ് ജോർജിനുള്ള താല്പര്യമുള്ളതുകൂടി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് അവസാനമായി അറിയാൻ കഴിയുന്നത് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് എത്താൻ തന്നെയാണ് സാധ്യത. അതേസമയം മറ്റൊരു പ്രതിസന്ധി നിലനിൽക്കുന്നത് കണ്ണൂർ സീറ്റിലാണ്. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ കൂടിയായ K സുധാകരൻ മത്സരിച്ച് വിജയിച്ച സീറ്റാണ്. ആ സീറ്റിൽ നിന്നും സുധാകരൻ തൽക്കാലം പിന്മാറുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞാണ് പിന്മാറുന്നതെങ്കിൽ അവിടേക്കുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക കോൺഗ്രസിന് അല്പം ബുദ്ധിമുട്ടാവും. കാരണം പലരും അവകാശവാദങ്ങൾ ഉന്നയിച്ചു. അതേസമയം കോൺഗ്രസിലെ K സുധാകരൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ KPCC ജനറൽ സെക്രട്ടറി കൂടിയായ K ജയചന്ദ്രനാണ് അവിടുത്തെ സാധ്യത. അങ്ങനെയാണെങ്കിൽ മറ്റു പ്രശ്നങ്ങളില്ല എങ്കിൽ, അല്ലെങ്കിൽ സീറ്റുകളെ ചൊല്ലിയുള്ള ചർച്ചകളില്ല എങ്കിൽ ഏകദേശം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തും. ഒപ്പം കോട്ടയത്തേക്ക് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രധാനിയും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായ ഫ്രാൻസിസ് ജോർജ് മത്സരത്തിനെത്തുന്നു. അതുപോലെ തന്നെ കണ്ണൂരിലേക്ക് K ജയചന്ദ്രൻ എത്തുന്നു. മറ്റു സീറ്റുകളിൽ മാറ്റങ്ങൾക്ക് സാധ്യത കുറവാണ്. അതേസമയം പത്തനംതിട്ടയെ സംബന്ധിച്ച് പത്തനംതിട്ടയിലെ DCC ഭാരവാഹികൾക്ക് ആൻ്റോ ആൻ്റണിയെ മാറ്റണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് എത്ര കണ്ട് KPCC അംഗീകരിക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം ജയസാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആൻ്റോ ആൻ്റണിയെ മത്സരരംഗത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻ്റോ ആൻ്റണിയും അവിടെ തന്നെ തുടരും. അജിംഷാദ്. ശരി, ബിനോയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. അതുപോലെ തന്നെ ബിനോയ്, ഈ UDFിലെ തർക്കങ്ങൾ തീർത്തുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക് പിന്നീട് ഈ കോട്ടയം സീറ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ അറിഞ്ഞിരുന്നത്. പക്ഷേ ഈ ലീഗ് 2 സീറ്റുകളിൽ തൃപ്തമാകുന്ന സാഹചര്യമുണ്ടോ? കാരണം UDFിൽ നമുക്കറിയാം കോൺഗ്രസിനെ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ പവർഫുള്ളാണ് ലീഗ് എന്ന് പലപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ലീഗ് നിരവധിയായി തഴയപ്പെടുന്നു എന്ന വാഗ്ദാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ലീഗുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം UDFിൽ അസംതൃപ്തരായി തുടരുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഈ 3ാം സീറ്റ് തള്ളിക്കളയുന്നത്. അതൊരു പക്ഷേ ചില ബാലൻസിങ്ങിൻ്റെ ഭാഗമായി കൂടിയുണ്ട്. പക്ഷേ എന്നിരുന്നാലും ലീഗിലെ ഒരു വിഭാഗം അതിനോട് ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ബിനോയ്.
തീർച്ചയായും അതായത് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ തന്നെയാണ് UDF യോഗത്തിൽ മൂന്നാമതൊരു സീറ്റ് എന്ന അവകാശവാദം ഉന്നയിച്ചത്. അത് വലിയ ചർച്ചയ്ക്കൊന്നും വഴിവെച്ചില്ല. അതിനകത്ത് പ്രധാനമായും അവർ ഉന്നയിച്ചൊരു കാര്യം, വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ല എങ്കിൽ വിജയസാധ്യത കണക്കിലെടുത്തുകൊണ്ട് ആ സീറ്റ് ലീഗിന് കൈമാറണം എന്നാണ്. അതേസമയം ലീഗിന് പിന്നീട് നൽകാൻ ഒരു സീറ്റ് മലബാർ മേഖലയിലില്ല. പിന്നീടുള്ളത് കണ്ണൂരിലാണ്. കണ്ണൂരിൽ കെ സുധാകരൻ ആ സീറ്റ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രസ്റ്റീജ് സീറ്റാണ്, അത് വിട്ടുകൊടുക്കത്തില്ല. അത് തൊട്ടടുത്ത് വരുന്ന സീറ്റുകളിലൊന്നും തന്നെ അത്തരത്തിൽ. പിന്നെ കാസർഗോഡാണ്. കാസർഗോഡ് കോൺഗ്രസ് വളരെ നാളുകൾക്ക് ശേഷം വിജയിച്ച സീറ്റാണ്. അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ ഇത്തവണ മത്സരിക്കും. അങ്ങനെയുള്ള ഈ സീറ്റുകളിലെല്ലാം തന്നെ കോൺഗ്രസ് വിജയസാധ്യത ഉറപ്പിക്കുമ്പോൾ ഇവരുടെ ഉഭയകക്ഷി ചർച്ചയിൽ തന്നെ ഒരു ധാരണയായതാണ്. നിലവിൽ 2 സീറ്റ് അത് തുടരാം. അതേസമയം വയനാട്ടിലെ സാധ്യത പിന്നീട് പരിഗണിക്കാം എന്നൊരു ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ തന്നെയാണ് BJP മുന്നോട്ട് നീങ്ങുന്നത്. BJP BDJS നിന്നും ആ സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് BJPയുടെ ഏതെങ്കിലും ഒരു പ്രബലനെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ഡി ബിനോയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ സമഗ്രമായി നൽകിയത്.